നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം സെൻഡ് ചെയ്യണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് പുതിയ വർഷം 1200 ചിങ്ങമാസം മുതൽ അടുത്തു വരുന്ന കർക്കിടക മാസം വരെയുള്ള മകൻ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത്. അപ്പം മകൻ നക്ഷത്രം ചിങ്ങക്കൂറുകാരാണ്. അവർക്ക് ഈ വർഷം പൊതുവെ നോക്കുമ്പോൾ ജോലിയും പൈസയും ഭാഗ്യങ്ങളൊക്കെ കിട്ടും. കാരണം വേഴൻ എന്ന് പറയുന്ന ഗ്രഹം മകം നക്ഷത്രക്കാർക്ക് 10 സഞ്ചരിക്കുകയാണ്. 10 എന്ന് പറയുന്നതാണ് നമ്മുടെ ജോലി, പ്രവൃത്തി. ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. അതേപോലെ വർഷങ്ങൾ കൊണ്ട് വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്ത പല കർമ്മ പദ്ധതികളും വിജയിച്ച് നേടാനുള്ള യോഗമുണ്ട്. ദേവാലയം, അമ്പലം വയ്ക്കാനുള്ള യോഗം, മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്താനുള്ള യോഗം, നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി ഇവരിൽ നിന്നൊക്കെ സഹായം, അനുകൂലമായ വിധി, സഹായം, നേട്ടം ഇതൊക്കെ കിട്ടും. വീട് വയ്ക്കാനുള്ള യോഗം. സർവകർമാണി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ നേട്ടം കിട്ടുമോ എന്ന് തോന്നുന്ന കർമ്മ പദ്ധതികളിലെല്ലാം ഉന്നത നേട്ടവും വിജയവും കിട്ടും. ചെറിയൊരു തൊഴിൽ നമ്മൾ ആരംഭിച്ചാലും അത് വലിയ വിജയകരമായിട്ട് വരും. അങ്ങനെ കർമ്മസ്ഥാനത്ത് വേഴം നിൽക്കുമ്പോൾ ഒരു തൊഴിലാളി മുതലാളി ആവാനും മുതലാളി കുറച്ചുകൂടെ പുരോഗതി പ്രാപിക്കാനും നേട്ടങ്ങൾ കിട്ടാനും സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഫലം പറയുമ്പോൾ വേഴഗ്രഹം നമുക്ക് അടുത്ത ജൂലൈ വരെ 10 നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് 11 വരും. ഈ വർഷം തൊഴിലിനും സാമ്പത്തിക നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഈശ്വരാനുഗ്രഹമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കിട്ടും. ഈശ്വരൻ്റെ സഹായം എപ്പോഴും നമുക്ക് കിട്ടില്ല. ഒരു പൂജാരി ആയിരുന്നാൽ പോലും, എപ്പോഴും ദേവനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നാൽ പോലും ഈശ്വരൻ്റെ അനുഗ്രഹം വേഴഗ്രഹം അനുകൂലിച്ച് നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 10ലും 11ലും വേഴം നിൽക്കുന്ന കാലം വ്യക്തിക്ക് മാത്രമല്ല, ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. ബുദ്ധി വർദ്ധിക്കും. പുത്രര്, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് നല്ല ജോലി, വിദ്യ, ഉദ്യോഗം, വിവാഹം, ലാഭൈശ്വര്യങ്ങളൊക്കെ കിട്ടാനും അവർ കലപിച്ചിരുന്നാൽ പോലും നമ്മളോട് സ്നേഹിച്ചു വരാൻ, നമ്മളെ സ്നേഹം അവർക്ക് കിട്ടാനും അവരുടെ സ്നേഹം നമുക്ക് കിട്ടാനും ഒക്കെ യോഗമുണ്ട്. മക്കളെക്കുറിച്ച് വിഷമിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമാണ് വേഴഗ്രഹം അനുകൂലത്തിൽ സഞ്ചരിക്കുന്നത്, 10ലും 11ലും നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ വരുന്ന ചിങ്ങമാസം തൊട്ട് അടുത്ത കർക്കിടകം വരെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും. വളരെ നല്ലതാണ്. ബുദ്ധിയും പുത്രരും സ്നേഹം കിട്ടും, എല്ലാവരുടെയും പ്രീതി കിട്ടും. അങ്ങനെ നയവും മന്ത്രഞ്ച മന്ത്രത്വം, നല്ല അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർച്ചകൾ, നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം പുരോഗതി പ്രാപിച്ച് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ആ പൈസ എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റാത്ത തരത്തിലുള്ള ചില വിഷമതകളുമുണ്ട്. അതെന്ന് വെച്ചാൽ വേഴത്തിൻ്റെ സഞ്ചാരകാലം നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ കൊല്ലമെങ്കിലും ശനി ഈ 2025 മാർച്ച് മാസം മുതൽ 8ലേക്ക് വരികയാണ്. അപ്പോൾ 8ൻ്റെ പണിയും കൂടെ കിട്ടും. 8ൻ്റെ പണിയെന്ന് കേൾക്കുമ്പോൾ ഇത് കേൾക്കേണ്ടിയിരുന്നു, അറിയേണ്ടിയിരുന്നെന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ വിഷമിക്കുകയും ദോഷങ്ങൾ പറയുമ്പം ശത്രുവിനെ പോലെ സംസാരിക്കുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ബന്ധുക്കളുടെ സ്വഭാവം.
അപ്പോൾ അതുകൊണ്ട് ഈ 8-ലെ ശനി വരുമ്പോൾ വളരെയധികം പ്രതിസന്ധികളും ഉണ്ടാകും. വേഴം 11 നിൽക്കുന്ന വലിയ ഗുരു നേട്ടവും ഭാഗ്യവും ആശ്വാസകരവും അങ്ങനെ ഗുരു ശുക്ര കേന്ദ്ര കൈവാ സുഖിതാഹസ്തത്ര ആതുരോവാചി എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കുന്ന അവസ്ഥയൊക്കെയാണ് വേഴഗ്രഹത്തിൻ്റെ സഞ്ചാരം. പക്ഷെ ശനി 8 വരുമ്പോൾ 8ൻ്റെ പണി എന്തിനാണ്? വിത്തക്ഷയം, പ്രവാസം, രോഗം, ജനന്തി, മരണ, ഭീതി, ബാധ. ധനനഷ്ടം ഒരുപാടുണ്ടാകും. അത് വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വാഹനം വാങ്ങിക്കാനും നമ്മുടെ തൊഴിൽ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടി പൈസ ചിലവാക്കിയാൽ നമുക്ക് കുഴപ്പം വരില്ല. അതേസമയം പെട്ടെന്ന് കോടീശ്വരനാവാൻ വേണ്ടിയുള്ള ലോട്ടറി, ഷെയർ മാർക്കറ്റ്, ഏജൻസി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഉള്ള പൈസയും മുടക്കി കടവും കൂടെ വാങ്ങിച്ച് പരിപാടികൾ ചെയ്യുന്നവരാണെങ്കിൽ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വേഴം 10-ലും 11-ലും നിൽക്കുമ്പോൾ നേട്ടമല്ലേ ജ്യോത്സ്യരെന്ന് കിട്ടി. നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ ചിലപ്പോൾ കിട്ടിയെന്ന് കിട്ടി. അതുകൊണ്ടൊന്നും നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ ആ പൈസ തെറിയും പോകും. ഇത്രയും രൂപ കിട്ടിയിട്ട് ഒരു കാര്യവും നടന്നില്ല, മെച്ചം കിട്ടിയില്ലെന്ന് പിന്നെ വിഷമിക്കാൻ പാടില്ല. പിന്നെ വിത്തക്ഷയം, പ്രവാസി എന്ന് വെച്ചാൽ നാടും വീടും വിട്ട് പോകുന്ന ആൾ പ്രവാസികളാണ്. ഇപ്പം നിങ്ങളൊരു നാട്ടിൽ നിൽക്കുന്നെങ്കിൽ വിദേശത്ത് പോകുന്നു, അവിടെ നിന്നിട്ടും വലിയ മെച്ചമില്ല, ഞാൻ വിദേശത്തല്ലേ ഇപ്പോൾ താമസിക്കുന്നത്, എന്നിട്ട് ഇവിടെ കൊണ്ട് എനിക്കൊരു മെച്ചം കിട്ടിയില്ലല്ലോ എന്ന് തോന്നി അവിടെ ചാടി വേറെ രാജ്യത്ത് പോകാനും, നല്ല ജോലി ഉണ്ടെങ്കിൽ അത് രാജിവെച്ചിട്ട് പുതിയ ജോലിയിലേക്ക് ശ്രമിക്കുന്നതും, പുതിയ ജോലി കിട്ടിയാലും വലിയ ഗുണമില്ലെന്നും കൊണ്ട് കളഞ്ഞു വരാനും, ഒരു രാജ്യത്തിലും ഒരു തൊഴിലിലും ഉറച്ചു നിൽക്കാതെ കിട്ടിയതൊക്കെ കളഞ്ഞു പൊളിച്ചിട്ട് എൻ്റെ എല്ലാം പോയെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സമയം. പിന്നെ ചിങ്ങക്കൂറുകാർക്ക് 7-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനുമാണ് ശനി. അപ്പോൾ 7-ാം ഇടം വിവാഹ ബന്ധങ്ങൾ തെറിക്കാനും, ഉള്ള ബന്ധങ്ങൾ വേണ്ടാന്ന് തോന്നി, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ടാന്ന് തോന്നി വാശി പിടിച്ച് ജീവിതം തുലയ്ക്കാനും യോഗമുള്ള സമയമാണ്. ഈ മകം നക്ഷത്രക്കാർ അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും സഹോദരങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. സ്വന്തം ഇഷ്ട താല്പര്യങ്ങളാണ് അവർക്ക് കൂടുതൽ. പിന്നെ ആരുടെയെങ്കിലും ഇത്തിരി സ്നേഹമുണ്ടാ, മയം ഉണ്ടാന്ന് ചോദിച്ചാൽ അമ്മമാർ പറയണത് കുറച്ചൊക്കെ കേൾക്കും. അമ്മമാർ ഉപദേശിച്ചാൽ ഈ മകക്കാർ നല്ലതാവും. അമ്മമാർ എന്തെങ്കിലും ഭാര്യ പണിഞ്ഞു കൊടുത്താൽ ജീവിതം തൊഴിൽ. അങ്ങനെ പല വിഷമതകൾ ഈ മകനക്ഷത്രക്കാർക്കുണ്ട്. നല്ല ജോലി കിട്ടി, അമ്മ ഇത് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് അമ്മ പറയും വേണ്ട മക്കളെ നീ ഇനി പോരാൻ പറയും. അപ്പോൾ ജോലിയും പോയി, ജീവിതവും പോയി. ഒരു പെണ്ണ് കെട്ടി അമ്മ അവൾക്ക് എൻ്റെ കൂടെ സ്നേഹമില്ലെന്ന് തോന്നണ് എന്ന് അമ്മയുടെ കാര്യമായിട്ട് പറഞ്ഞ് അമ്മ പറയും അത് വേണ്ടെങ്കിൽ നീ അവളെ കൊണ്ടങ്ങ് ആക്ക്, എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന് ഉപദേശിക്കുന്നതാണ്. പക്ഷെ അത് ഉപദ്രവമായിട്ട് വരും. ഭാര്യയെ കൊണ്ട് കണക്ട് വന്നാൽ കുടുംബ കോടതി, വനിതാ കമ്മീഷൻ ഇങ്ങനെ കേസുകൾ വന്ന് കുടുംബ ബന്ധങ്ങൾ തെറിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുരുക്കുകൾ അമിതമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭാര്യയെ അടിച്ച് കളഞ്ഞിട്ടോ ഭർത്താവിനെ അടിച്ച് കളഞ്ഞിട്ടോ എൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയി, ഭാഗ്യം നശിച്ച്, സന്തോഷം നശിച്ച് എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെ ജീവിതം നല്ല രീതിയിലാക്കുന്നത് നമ്മുടെ സ്വഭാവവും രീതികളും സംസാരങ്ങളും ക്ഷമയും ഒക്കെയാണ്. അല്ല കോടതിയിൽ ചെന്ന് ജഡ്ജി സ്നേഹിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ, കാരണവന്മാർ പറഞ്ഞാൽ കേൾക്കൂ, സമുദായക്കാർ പറഞ്ഞാൽ കേൾക്കൂ, ബന്ധുക്കൾ പറഞ്ഞാൽ കേൾക്കൂ. ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരാളുടെ എന്തൊരു പറയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആരും ഉപദേശിക്കാനും വരുന്നില്ല, ഉപദ്രവിക്കാനും വരുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർക്കാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ ജോലി നിങ്ങൾ തകർക്കാതെ സൂക്ഷിക്കണം. അങ്ങനെ നോക്കിയിട്ട് ശനി നിൽക്കുമ്പോൾ വിത്തക്ഷയം, പ്രവാസം, രോഗങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങളാണ് ഉള്ളത്, വലിയ വലിയ അസുഖമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നി പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് പൈസയും ആളും മുതലും ഒക്കെ പോണ സമയമാണ്. അതുകൊണ്ട് നിങ്ങളൊരു ആശുപത്രിയിൽ പോയി ഒരു കണ്ടുപിടുത്തം നടത്തി സ്കാൻ ചെയ്തൊരു രോഷം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ ചെന്നതെല്ലാം ചെയ്യണമെന്നില്ല. അടുത്തൊരു ആശുപത്രിയിലും കൂടെ പോയെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അവിടെ ഇല്ലെന്ന് പറയും. അപ്പോൾ ഇതാണ് ശരിയെന്നറിയാൻ മൂന്നാമതൊരു സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയണമെങ്കിൽ ചെയ്തോ, ഇല്ലെന്ന് പറയണമെങ്കിൽ മിണ്ടാതിരിക്കും. എല്ലാ സ്ഥലത്തും നമ്മൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കണമെന്നല്ല എൻ്റെ സാരം.
ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന സംശയത്തിൻ്റെ പേരിൽ ചികിത്സകളും, സംശയത്തിൻ്റെ പേരിൽ ബന്ധങ്ങളും, സംശയത്തിൻ്റെ പേരിൽ ധനങ്ങളും ജീവിതവും നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. അപ്പോൾ സംശയരോഗം അവർക്ക് ഇപ്പോഴത്തേക്ക് കൂടും. ഞാൻ രോഗിയാണോ എന്നൊരു സംശയം, എൻ്റെ കൂടെ ആർക്കും ഒരു ഇഷ്ടമില്ലെന്നുള്ളൊരു സംശയം, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത് എന്നെ വഞ്ചിക്കാനാണെന്നൊരു സംശയം. അപ്പോൾ ഇവരുടെ സ്നേഹം കാണിച്ചാലും വിരോധം കാണിച്ചാലും ആകെ ടെൻഷനായിട്ട് വരുന്ന അവസരം ഉണ്ടാകും. അതുപോലെ വീഴ്ച, ഒടിവ്, അപകടം, ബന്ധുക്കളുടെ മരണം, ഭാര്യ മരണം, ഭർത്തൃമരണമൊക്കെയാണ് 8 ശനി സഞ്ചരിക്കും. ക്രൂരാഷ്ടമി വിധവത എന്നാണ്. അഷ്ടമത്തിൽ ക്രൂരം നിൽക്കുമ്പോൾ വിധവയായി പോകുന്നതാണ്. അപ്പം സ്ത്രീകൾ നവഗ്രഹ പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യപൂജ, തിങ്കളാഴ്ച വ്രതം ഇതൊക്കെ നോക്കണം. പുരുഷന്മാരെ ദീർഘസുമംഗലി പൂജ, ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്യണം. ഈ 8 ശനി സഞ്ചരിക്കുമ്പോൾ അന്യത്രത മരണരോഗകരാം ഹൃദയസ്യു മാന്തോ മൃദോ മൃദുകരോ ബിഗുണേഷു സൽസു. മരണം, രോഗം, ആപത്ത്, അപകടം, കള്ളക്കേസ്, ജയിൽവാസം, ആരെങ്കിലും മരിച്ചാലും നമ്മൾ നിമിത്തമാണ് ചത്തേന്നുള്ള പേര് ദോഷം. ആളുകൾ നമ്മളെ വധിക്കാനും നമുക്ക് ആളുകളെ വധിക്കാനും തോന്നുന്ന സമയം, അക്രമവാസന, ഇതൊക്കെയാണ് ശനി 8 നിൽക്കുമ്പോൾ ഇങ്ങനെ കൂറുകാർക്ക് ഉണ്ടാകുന്നത്. രാഹു ഇപ്പോൾ 8 നിൽക്കുന്നത്. അത് 7 മാറി വരുന്നുണ്ട് മെയ് മാസത്തിൽ. അവിടെയും 7 വരുമ്പോൾ ദാമ്പത്യം, വിദേശയാത്ര, പ്രവൃത്തി, ഭാഗ്യാദി പുരോഗതിക്കൊക്കെ മംഗളമുണ്ട്. അപ്പോൾ നമുക്ക് ഗുണമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ സഞ്ചാരമാണ്. 8 വരുന്ന ശനിയുടെ ദോഷത്തിന് നവഗ്രഹ പൂജ, ഐശ്വര്യപൂജ, കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്യണം. കുടുംബക്ഷേത്രത്തിൽ പോകണം. മകത്തിന് പിതൃക്കളാണ് ദേവന്മാർ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ പ്രീതി കിട്ടാനും മരിച്ചവരുടെ പ്രീതി കിട്ടാനും വേണ്ടി കുടുംബക്ഷേത്രത്തിൽ പോവുകയും, പിന്നെ പുണ്യകർമ്മങ്ങൾ, പിതൃകർമ്മങ്ങളൊക്കെ നടത്തുന്ന അമ്പലങ്ങൾ, ഇവിടെ നമ്മളെ ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം തിരുവല്ല, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, തിരുനാവായം, തിരുനെല്ലി, ഇങ്ങനെയൊക്കെയുള്ള വിശേഷമായിട്ടുള്ള കാശി, രാമേശ്വരത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അച്ഛൻ ജീവിച്ചിരുന്നാലും അമ്മച്ചി ജീവിച്ചിരുന്നാലും പിതൃക്കളെന്ന് പറയുന്നത് അച്ഛൻ വഴിയിലും അമ്മ വഴിയിലും മരിച്ചു പോയിട്ടുള്ള ചാവുകളും. പിതൃവംശേ മൃതായേജ മാതൃവംശേ തദൈവജ ഗുരും ശിശുര ബന്ധൂന ഏ ചാനി പാണ്ഡവാ സ്മൃത. അച്ഛൻ വഴി മരിച്ചു പോയിട്ടുള്ളവർ, അമ്മ വഴിയിലുള്ള ആൾക്കാർ മരിച്ചു പോയിട്ടുള്ളവർ, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരു കാരണവന്മാർ, ശിശു എന്ന് വെച്ചാൽ കൊച്ചിലെ നമ്മളെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, വളർച്ചയില്ല, ഹാർട്ട് ബീറ്റില്ല എന്നും കൊണ്ട് അബോർഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾ, വയറ്റിയിരുന്ന് മരിച്ചു പോയിട്ടുള്ള കുട്ടികൾ, ജനിച്ചിട്ടും മരിച്ചു പോയിട്ടുള്ള കുട്ടികൾ, ശിശുക്കൾ, ഏ ചാനി പാണ്ഡവ സ്മൃത. അങ്ങനെ മറ്റു ബന്ധുക്കൾ, ഭാര്യയുടെ ബന്ധുക്കൾ, ഭർത്താവിൻ്റെ ബന്ധുക്കൾ, പിന്നെ നമ്മളെ ബന്ധുക്കളല്ലാതെ തന്നെ പലവരും നമുക്ക് ചായ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, വിദ്യകൾ തന്നിട്ടുണ്ട്, പൈസകൾ തന്നിട്ടുണ്ട്. ജാതി മതമൊന്നും അല്ലാതെ എത്രയോ പേരുടെ സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും കൂടെ ഒന്ന് സങ്കല്പിച്ചുകൂടെ? അപ്പം അവരുടെയൊക്കെ പ്രീതി നമുക്ക് കിട്ടും. ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, മരിച്ചവരുടെ പ്രീതി നമുക്ക് വേണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങൾ മാറി കിട്ടും. മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, കാലഭൈരവ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ മാറി കിട്ടും. അപ്പം നിങ്ങൾക്ക് പൊതുവേ ഈ പുതിയ വർഷം നല്ലതാ കെട്ടതാ എന്ന് ചോദിച്ചാൽ ഒരുപാട് ജോലിയും പൈസയും ധനവും പണവും ഒക്കെ കിട്ടും. പക്ഷേ 8 നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്യുകയും ആളുകളോട് സ്നേഹമുണ്ടെങ്കിലും വിരോധമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗത്തെ കൊണ്ടും കഷ്ടനഷ്ടങ്ങളെ കൊണ്ടും കഴിഞ്ഞ 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയത് 3 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുമെന്നാണ് അഷ്ടമശനി. അപ്പം നിങ്ങളെ സ്വത്തുവകൾ ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകാതെ സൂക്ഷിക്കണം. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ഈ വരുന്ന പുതിയ വർഷത്തിൻ്റെ ആദ്യകാലം നമുക്ക് കൊള്ളാമെങ്കിലും അങ്ങോട്ട് ചെല്ലുമ്പോൾ മാർച്ച് മാസം മുതൽ ദോഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വളരെ ഭക്തി പുരസ്സരം, സ്നേഹ പുരസ്സരം,
നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജോലി നിങ്ങളുടെ അധികാരവും പ്രതാപങ്ങളും നശിക്കാതെ ഉള്ളതിനെ സംരക്ഷിക്കുകയും വീണ്ടും നമുക്ക് ദോഷങ്ങൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ഏത് മതമാണോ ആ മതത്തിൽ വിശ്വസിക്കുകയും അവരുടെ മതാചാരമനുസരിച്ചുള്ള പൂജകളും ജപങ്ങളും നേർച്ചകളും വഴിപാടുകളും നടത്തുകയൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.